നമസ്കാരം. അമരവാണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും മഹാർദവമായ സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്തായാലും ഇന്ന് നമുക്ക് നമ്മുടെ കുലദേവത ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതിയായിട്ട് കൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പൂർവികരായിട്ടുള്ള ആളുകൾ, ഏതെങ്കിലും ഒരു വ്യക്തി ആ കുലത്തിൻ്റെ മുൻകാലത്തെ ഏതെങ്കിലും ഒരു വ്യക്തി നിരന്തരമായ കൊടുങ്ങല്ലൂർ അമ്മയുടെ സാധകനാവുകയും സ്ഥിരമായി വർഷത്തിലൊരിക്കലെങ്കിലും അവിടെ പോവുകയും ഉപാസനകൾ ചെയ്യുകയും അവിടെയുള്ള കാര്യക്രമങ്ങളിലൊക്കെ കൂടിയാടുകയും ചെയ്യുകയും ക്രമേണ ആ ദേവിയുടെ അനുഗ്രഹം നേടിയെടുക്കുകയും ആ ദേവിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ആ പ്രതിഷ്ഠിച്ച ദേവിയെയും കൊണ്ട് തൻ്റെ കുലത്തിലേക്ക് വരികയും ആ കുലത്തിൻ്റെ സർവനാഥയായി ആ കുടുംബത്തെ എല്ലാ കാലത്തും ഇനി അമ്മ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ഈ ഭൂമി, ഈ കുലം ഉള്ളിടത്തോളം കാലം ഈ കുലത്തെ എല്ലാ പ്രകാരത്തിലും സംരക്ഷിക്കണമെന്ന് അമ്മയോട് അനുഗ്രഹം വാങ്ങുകയും ആ അമ്മയെ തൻ്റെ കുലത്തിൻ്റെ ദേവതയായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്ന ഒരു വലിയ കർമ്മത്തിൻ്റെ പിന്തുടർച്ചയാണ് പല കുടുംബങ്ങളുടെയും കുടുംബ പരദേവതയായി കൊടുങ്ങല്ലൂർ ഭഗവതി വന്നിരിക്കുന്നത്, വാണരുളുന്നത്, ആ കുടുംബത്തെ ആകമാനം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്കറിയാം. ആ ഒരു കൊടുങ്ങല്ലൂർ ഭഗവതിയെ എല്ലാ വർഷവും വിധിയാവണ്ണം സേവിക്കുകയും കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ഏതെങ്കിലും ഒരു തറവാട്ട് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു മണ്ഡപത്തിലോ അല്ലെങ്കിൽ ഒരു തറയുടെ മുന്നിലോ ഒരു വിളക്ക് കത്തിച്ച് ഒരു പീഠം വിരിച്ച് ആ ദേവതയ്ക്ക് പൂജാതി ക്രിയകളൊക്കെ കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് നാമം, ഒരുമിച്ച് പ്രാർത്ഥന, ഒരുമിച്ച് നിവേദ്യങ്ങൾ അർപ്പിക്കുകയും ഒരുമിച്ച് ആ അമ്മയോട് തങ്ങളുടെ സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പിരിയുന്ന കുലങ്ങളെയാണ്, കുടുംബങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാ കാലത്തും ഈ കുടുംബത്തിൻ്റെ സംരക്ഷയാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യവും സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു പോരുന്നു. അങ്ങനെ ആ കൊടുങ്ങല്ലൂർ ഭഗവതി, ആ കൊടുങ്ങല്ലൂർ ദേവിയുടെ ആ തിരുമുറ്റത്ത് വർഷത്തിലൊരിക്കലെങ്കിലും ഇതുപോലുള്ള കുടുംബാംഗങ്ങൾ, ആ കുലദേവതയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ വർഷത്തിലൊരിക്കലെങ്കിലും ആ കൊടുങ്ങല്ലൂർ തിരുമുറ്റത്ത് ചെന്ന് ആ ഭഗവതിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് ആ അമ്മയ്ക്ക് തങ്ങളാൽ കഴിയുന്ന പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കുകയൊക്കെ ചെയ്ത് അവിടെ ഒരു ഭജന ഇരിക്കുകയോ ഒരു നാമജപത്തിന് തയ്യാറാവുകയോ ഒക്കെ ചെയ്യുന്നത് വലിയ ഒരു കുലദേവത സാന്നിധ്യത്തെ കൂടുതൽ ഉറപ്പിക്കാനും ആ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നേടിയെടുക്കാനും ഇതുകൊണ്ടൊക്കെ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് അവിടെ ഏറ്റവും പ്രധാനം ഗുരുതിയാണ്, ഗുരുതി അർപ്പണമാണ്. ആ ഗുരുതിയിൽ പങ്കെടുക്കുകയും ഗുരുതി പൂജയിൽ പങ്കെടുക്കുകയും തങ്ങളാൽ കഴിയുന്ന നിവേദ്യ വസ്തുക്കൾ അവിടെ സമർപ്പിക്കുകയും ചെയ്താൽ ഏറ്റവും ഉത്തമമായിട്ട് കരുതിപ്പോരുന്നുണ്ട്. തങ്ങളുടെ കുലത്തിൻ്റെ നാഥയും സർവരക്ഷകയുമായി കൽപ്പിക്കുകയും ഞങ്ങളുടെ ഹൃദയത്തിൽ, മുഴുവൻ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിൽ ആ കൊടുങ്ങല്ലൂർ ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത് സായുജ്യമടഞ്ഞ് പോരുന്ന അനേകായിരം കുടുംബങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എല്ലാ പ്രകാരത്തിലും
ഈ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഒരു സാന്നിധ്യം കൂടുതൽ നമുക്ക് കിട്ടുവാനും വളർന്നു വരുന്ന തലമുറയ്ക്ക് ആ ദേവിയുടെ മഹത്വം മനസ്സിലാക്കുന്നതിനും വേണ്ടി നമ്മളെ കുടുംബ പരദേവത ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മണ്ഡപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ആ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഒരു ഫോട്ടോയെങ്കിലും കൊണ്ടുവച്ചുകൊണ്ട് നിത്യേന അത് നമ്മുടെ കണ്ണുകളിൽ കാണാവുന്ന തരത്തിൽ വയ്ക്കുകയും പൂജാമുറിയിലോ അല്ലെങ്കിൽ പ്രധാന സ്ഥാനങ്ങളിലൊക്കെ വെച്ച് അത് കണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കുകയൊക്കെ തുടങ്ങിയാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചാൽ ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ കടാക്ഷവും അനുഗ്രഹവും തീർച്ചയായിട്ടും സദാസമയവും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പ്രത്യേകത തന്നെ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ആ നാമത്തിൽ പറയുന്നുണ്ട്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാണ്. ആ കുലത്തെ, ആ ധർമ്മത്തെ, ആ കുലധർമ്മത്തെ, കുലത്തെയും ധർമ്മത്തെയും പാലിക്കുന്നവളായിട്ടുള്ള അമ്മേ ഭഗവതി, ആ കുലത്തിൻ്റെ നാഥയായിട്ടുള്ള, കുലത്തിൻ്റെ രക്ഷകയായിട്ടുള്ള അമ്മേ ഭഗവതി എന്ന നാമം ആണ് നമുക്ക് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. വീണ്ടും അത് നമുക്ക് എല്ലാ ദിവസവും 2 നേരവും നമുക്ക് വിളക്ക് കത്തിച്ച് ആവർത്തിച്ച് പാടാം. അമ്മേ ഭഗവതി കൊടുങ്ങല്ലൂരമ്മേ, കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന്. അതുപോലെ തന്നെ അതിൻ്റെ ഒന്നും കൂടെ മന്ത്രങ്ങൾ, അനവധി മന്ത്രങ്ങളുണ്ട് കൊടുങ്ങല്ലൂർ കാളി ദേവിയുടെ. അത്തരം മന്ത്രങ്ങളിലൊക്കെ ഉപരി ഈ ഒരു നിത്യേനയുള്ള ഈ ഒരു കാളി കാളി മഹാകാളി എന്നുള്ള ആ ഒരു ശ്ലോകം നമ്മളെല്ലാവരെയും, നമ്മുടെ മക്കളെയും കുട്ടികളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ അത് പഠിപ്പിക്കുകയും എല്ലാവരും അത് ഒരുമിച്ച് നിത്യേന വിളക്ക് കത്തിച്ച് ചൊല്ലുകയുമാണെങ്കിൽ ആ കൊടുങ്ങല്ലൂർ കുലദേവതയായിട്ടുള്ള ആ ദേവി, ആ മഹാമായ ശക്തിസ്വരൂപിണി, സർവ ശത്രു നിവാരിണി തീർച്ചയായിട്ടും നിത്യേന നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും സഹായിക്കുകയും അനുഗ്രഹം ചെയ്യുകയും ഒക്കെ തീർച്ചയായിട്ടും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് വീട്ടിൽ കത്തിച്ചുകൊണ്ട് ആ കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് ആരാധന അർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുലദേവത എന്നുള്ള ആ ഒരു സാന്നിധ്യം കൂടുതൽ കൂടുതൽ ശോഭിക്കാനിടവരുമെന്നുള്ളത് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ആ ഒരു മഹനീയമായിട്ടുള്ള സാന്നിധ്യവും ആ ഹൃദയത്തിൽ നമ്മളെ കൂടുതൽ ശക്തിമത്താക്കുന്ന ആ ദേവിയുടെ സ്വരൂപവും സർവം സഹയായിട്ടുള്ളവളും സർവ ശത്രുക്കളെയും ഹനിക്കാൻ കഴിവുള്ളവളുമായിട്ടുള്ള സർവ സമ്പത്തും തരാൻ കഴിയുന്നവളായിട്ടുള്ള സർവവിദ്യാപ്രദായിനിയുമായിട്ടുള്ള ആ ദേവി കൊടുങ്ങല്ലൂർ ഭഗവതി എല്ലാ കാലത്തും കുടുംബത്തിന് സർവമേ ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാളി ദേവിയുടെ നാമം എത്ര പറഞ്ഞാലും പാടിയാലും മതിവരാത്ത ഈ കുടുംബ ബന്ധുക്കളെ വീണ്ടും വീണ്ടും ആ കാളിയുടെ മഹത്വം നമ്മൾ തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി സൗം ഹ്രീം ഭദ്രകാളി. ഓം ഐം ഹ്രീം സൗം
ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമഃ എന്ന മന്ത്രങ്ങളും ഒക്കെ പ്രചാരത്തിലുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ അമ്മയെ ദേവി, കൊടുങ്ങല്ലൂർ ദേവി, അമ്മേ ഭഗവതി എന്നുള്ള ആ മക്കളുടെ ആ വിളി മാത്രം മതി. ഈ കുലത്തെ വിട്ടുപോകാൻ ഒരിക്കലും അമ്മയ്ക്ക് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ കീർത്തനങ്ങളോ അല്ല, നമ്മുടെ ആ ഹൃദയംഗമായിട്ടുള്ള ആ അമ്മയോടുള്ള ആ വാത്സല്യവും ആ വിളിയുമാണ് അമ്മയ്ക്ക് ആവശ്യമെന്ന് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അമ്മയുടെ മഹത്വം പറഞ്ഞാൽ തീരില്ല. കാളിയെ മറന്നത് കൊണ്ടാണ് നമ്മളെ കുലങ്ങളൊക്കെ നശിച്ചു പോവുകയും കുടുംബങ്ങളൊക്കെ താറുമാറായി പോവുകയും ചെയ്തിരുന്നത്. ആ കാളി നാമം വീണ്ടും നമ്മളെ വീടുകളിൽ മുഴങ്ങട്ടെ. ആ കാളി ശക്തി നമ്മളിലേക്ക് എല്ലാവരും പ്രസരിച്ച് നമ്മുടെ കുടുംബങ്ങളൊക്കെ സർവ ശക്തിമയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മേ ദേവി ആ കാളി.